രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. മൊഴിയെടുത്തത് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റിനു മുൻപിൽ. യുവതിയുടെ പീഡന പരാതിയിൽ ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ, ദേഹോപദ്രവം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി. ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും രാഹുൽ പീഡിപ്പിച്ചെന്ന് യുവതിയുടെ മൊഴി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായുള്ളത് സൗഹൃദമെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്നും വിശദീകരണം. രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനും രേഖാമൂലം പരാതി നൽകി യുവതി. അറബിക്കടൽ ഇരമ്പി വന്നാലും രാഹുലിനെതിരെ എടുത്ത നിലപാടിൽ മാറ്റമില്ലെന്ന് വി ഡി സതീശൻ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിന് തിരിച്ചടി. കോടതി അലക്ഷ്യം പരിശോധിച്ച് മറുപടി പറയാമെന്ന് അതൃപ്തിയോടെ ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ അഴിമതിക്ക് കുടപിടിക്കുകയാണോ എന്ന് കോടതി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ തീരുമാനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച് സുപ്രീം കോടതി. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശം. രേഖകൾ കിട്ടിയിട്ടില്ലെന്ന് ഗവർണർ. ജസ്റ്റിസ് ദൂലിയ നൽകിയത് വെറും കടലാസ് കഷ്ണമല്ലെന്ന് സുപ്രീം കോടതി. ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ അന്നദാന സദ്യ വിളമ്പുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. അഭിപ്രായം അനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകർക്ക് സദ്യ അല്ലെങ്കിൽ മറ്റു സംവിധാനം ഒരുക്കുമെന്നും വിശദീകരണം. തുടർച്ചയായ 5ാം ദിവസവും ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുന്നു. മോദിയുടെ ക്ഷണം സ്വീകരിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക്. അടുത്ത മാസം 4-5 തീയതികളിൽ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയുടെ താരിഫ് ഭീഷണിയും റഷ്യ-യുക്രൈൻ യുദ്ധവും ചർച്ചയാകും. 3ാം ലോകരാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്.